സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസത്തേക്കാണ് മഴ സാധ്യത. ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, മഴ മുന്നറിയിപ്പുകൾ എപ്രകാരമാണ്? രോഹിണി, ഇന്ന് രാവിലെ പുറത്തിറങ്ങിയ മുന്നറിയിപ്പിലാണ് കേരളത്തിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി പറയുന്നത്. എന്നാൽ കുറച്ചു മുൻപ് ഇപ്പോൾ പുറത്തിറങ്ങിയ ഒരു ഉത്തരവിൽ പറയുന്നത് 24 മണിക്കൂറിൽ ഉയർന്ന അൾട്രാവയലൻ സൂചികൾ രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലെ 3 ജില്ല കൊട്ടാരക്കര, കോന്നി, മൂന്നാർ എന്നിവിടങ്ങളിൽ 24 മണിക്കൂറിനിടെ അതിശക്തമായ അൾട്രാവയലൻ സൂചികൾ ആയിരിക്കും ഇവിടെ പതിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ തീവ്രത കുറഞ്ഞ രീതിയിലും അൾട്രാവയലൻ സൂചികൾ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്നും തള്ളിക്കളയാനാകില്ല എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലൻ രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും അങ്ങനെയുള്ള മറ്റു രോഗങ്ങൾക്ക് കാരണമാകുമെന്നും അതിനാൽ തന്നെ രാവിലെ 10 മണി മുതൽ 3 മണി വരെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ ശേഷം മാത്രം പുറത്തിറങ്ങാനുമാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന പുതിയ വിവരം. കുറച്ചു മുൻപ് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മഴയല്ല, അതിനേക്കാളും വലിയ ചൂട്, താപനില ഉയരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. സമയം കൂടുന്തോറും താപനില ഏറിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്തും അതിശക്തമായ താപനില തന്നെയായിരിക്കും തുടരുക എന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടെ മഴയ്ക്കും അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനുമുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നുകൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. രോഹിണി, ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.